സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രത്യാക്രമണം. സൈനിക നീക്കത്തിന്റെ 12ാം ഘട്ടത്തിൽ ഇറാൻ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇറാന്റെ എല്ലാം തീർത്തു എന്ന് വീണ്ടും വീണ്ടും അവകാശപ്പെടുന്ന ട്രംപിനെ ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ഇറാൻ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ ചുട്ടരിച്ചു, ഡ്രോണുകൾ വെടിവെച്ചിട്ടു, ഹോർമൂസിലെ അമേരിക്കൻ കണ്ണ് എന്ന് വിശേഷിപ്പിക്കുന്ന നിരീക്ഷണ റഡാറുകൾ തകർത്തു, ബഹ്റൈനിലെ രഹസ്യാന്വേഷണ കേന്ദ്രം ഇല്ലാതാക്കി, പിന്നെ അബുദാബിയിലെ അമേരിക്കയുടെ വെയർഹൗസുകൾ കത്തിച്ചു. അതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. കൂടാതെ കുവൈറ്റിലെ വൈദ്യുത കുടിവെള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം വ്യാപിപ്പിച്ചു. ഇങ്ങനെ 7 അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ആക്രമണമാണ് തങ്ങൾ അഴിച്ചുവിടുന്നത് എന്നാണ് ഇറാൻ വാർത്താ ഏജൻസികൾ പറയുന്നത്. അമേരിക്ക കൈവിട്ട കളി തുടങ്ങിയതോടെയാണ് ഇറാനും കൂടുതൽ അപകടം പിടിച്ച കളിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സിറിയയിലെ അമേരിക്കൻ കേന്ദ്രത്തിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണവും നൽകുന്ന സൂചന മറ്റൊന്നാണ്. അതുപോലെ തന്നെ ചെങ്കടലിലെ ബാബ് അൽ മന്ദേബ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ അടയ്ക്കുമെന്നാണ് ഹൂതികൾ അറിയിക്കുന്നത്. ഇത് ലോക വിപണിക്ക് മറ്റൊരു വലിയ തിരിച്ചടിയായി മാറും. അതായത് ഇറാൻ അവരുടെ ആക്രമണത്തിന്റെ വ്യാപ്തി കൂട്ടിയിരിക്കുകയാണ്, ഒപ്പം ദിശയും മാറ്റിയിരിക്കുന്നു. തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന് ബദലായി ഗൾഫിലെ അടിസ്ഥാന സൗകര്യങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയിരിക്കുന്നു. അതിന്റെ തുടക്കമാണ് കുവൈറ്റിൽ കണ്ടത്. ഇതോടെ ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന് മുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ്, ഒപ്പം ഇറാൻ യുദ്ധതന്ത്രം എങ്ങനെ മാറ്റി എന്നതും നമുക്ക് പരിശോധിക്കാം. ഇറാന്റെ ഓരോ ആക്രമണവും വളരെ ആസൂത്രിതമാണ് എന്നാണ് സൈനിക വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. കുറഞ്ഞ ആക്രമണങ്ങളിലൂടെ കനത്ത ആഘാതം, അതാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിക്കുന്ന യുദ്ധതന്ത്രം. അമേരിക്ക ഇറാനിലേക്ക് തലങ്ങും വിലങ്ങും ആക്രമണം നടത്തുമ്പോൾ ഇറാൻ കൃത്യതയാർന്ന ആക്രമണത്തിലൂടെ അമേരിക്കൻ താവളങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിടുന്നത്. അതും പെട്ടെന്ന് ശരിയാക്കാൻ പറ്റാത്ത കേന്ദ്രങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തുന്നത് എന്നാണ് യുദ്ധവിദഗ്ധരെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ആക്രമണത്തിന്റെ ആഘാതം ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ് എന്നാണ് സൈനിക വിദഗ്ധരുടെ നിഗമനം. നമുക്ക് ഇറാൻ നടത്തിയ ആക്രമണങ്ങളും അതിന്റെ ലക്ഷ്യവും ഓരോന്നായി പരിശോധിച്ച് നോക്കാം. ആദ്യം അബുദാബിയുടെ കാര്യം നോക്കാം. അബുദാബിയിലെ സായിദ് മിലിറ്ററി സിറ്റിയിൽ 3 വെയർഹൗസുകളാണ് തകർന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ മിസൈലുകൾ സൂക്ഷിച്ചിരുന്ന വെയർഹൗസുകളാണ് കത്തിയത്. ഇതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നാൽ UAE പറയുന്നത് ഇത് വെറും തീപിടുത്തം മാത്രമാണ് എന്നാണ്. വെയർഹൗസിൽ ഉണ്ടായിരുന്ന പഴയ വെടിക്കോപ്പുകൾക്ക് തീപിടിച്ചതാണെന്നാണ് അവർ പറയുന്നത്. അതായത് ഇറാൻ ആക്രമിച്ചതല്ല എന്നാണ് UAEയുടെ വിശദീകരണം. പക്ഷേ ഒരൊറ്റ വെയർഹൗസിലെ സാധാരണ തീപിടുത്തമാണെങ്കിൽ 3 വ്യത്യസ്ത കെട്ടിടങ്ങൾ എങ്ങനെ തകർന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചോദിക്കുന്നത്. ശക്തമായ മിസൈൽ പതിച്ചതിന്റെ ലക്ഷണമാണ് ഇവിടെ കാണുന്നത് എന്നും ഈ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും സാറ്റലൈറ്റ് ചിത്രങ്ങൾ UAE നിഷേധിക്കുന്നില്ല എന്നതും നമ്മൾ എടുത്തു പറയണം. ഇനി ഒമാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിലേക്ക് പോയാൽ, ഒമാനിലെ അൽ ഖാനിം, സലാമ പാറകൾ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിരുന്ന അമേരിക്കൻ നാവിക നിരീക്ഷണ റഡാറുകളെ ഇറാൻ ലക്ഷ്യമിട്ടത് ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ആസൂത്രിതമായ നീക്കങ്ങളിൽ ഒന്നാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ഈ നീക്കം ഇറാന് വലിയ കരുത്ത് നൽകുന്നു. അമേരിക്കയുടെ ഹോർമൂസിലെ കണ്ണുകൾ അന്ധമാക്കപ്പെട്ടു എന്നാണ് പ്രതിരോധ വിദഗ്ധരെല്ലാം പറയുന്നത്. ഒമാന്റെ ഈ ദ്വീപുകളും പാറകളും ഹോർമൂസ് കടലിടുക്കിന്റെ പ്രവേശന കവാടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതുമായ ഇറാന്റെ അന്തർവാഹിനികൾ, യുദ്ധക്കപ്പലുകൾ, മൈൻ നിക്ഷേപിക്കുന്ന ബോട്ടുകൾ എന്നിവയെ കൃത്യമായി നിരീക്ഷിക്കാൻ അമേരിക്കൻ നാവികസേന ഉപയോഗിച്ചിരുന്ന പ്രധാന ഇടമായിരുന്നു ഇവിടം. അങ്ങനെയുള്ള അമേരിക്കൻ റഡാറുകൾ തകർത്തതോടെ ഹോർമൂസിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ ഇനി ഇറാന് കൂടുതൽ എളുപ്പമാകുമെന്നാണ് സൂചന. അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയ്ക്ക് ഈ റഡാറുകളുടെ സഹായമില്ലാതെ ഹോർമൂസിലൂടെ കപ്പലുകൾ കടത്തിവിടുന്നത് അതീവ അപകടകരം ആയിട്ടുള്ള ഒരു കാര്യമായി മാറി എന്നും പറയാം. മറ്റൊന്ന്, ഒമാൻ ഈ സംഘർഷത്തെ പരോക്ഷമായി ഇറാനൊപ്പം നിൽക്കുന്ന രാജ്യമാണ്. എന്നിട്ടും അവരുടെ മണ്ണിലുള്ള അമേരിക്കൻ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നൽകുന്ന സന്ദേശം കൃത്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയൊക്കെ അമേരിക്കൻ സംവിധാനങ്ങൾ ഉണ്ടോ അവിടെയൊക്കെ അത് തകർക്കാൻ വേണ്ടി തങ്ങൾ ആക്രമണം നടത്തുമെന്നുള്ള സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഇനി ജോർദാനിൽ ഇറാന്റെ ലക്ഷ്യങ്ങളുടെ കാര്യം നോക്കിയാൽ, ജോർദാനിലെ മുവാഫക് സാൽത്തി എയർബേസിൽ നിർത്തിയിട്ടിരുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും ഇറാൻ ആക്രമിച്ച് തകർത്തു എന്നാണ് അവരുടെ ന്യൂസ് ഏജൻസികൾ അറിയിക്കുന്നത്.
അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുന്നവയാണ് റീഫ്യൂവലിംഗ് വിമാനങ്ങൾ. ദീർഘദൂര വ്യോമാക്രമണങ്ങൾക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇവയുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. ഒപ്പം ഇറാനിലെ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളും ഇറാൻ തകർത്തു എന്നാണ് അവർ പറയുന്നത്. ഈ രണ്ട് തരം വിമാനങ്ങളും ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ആക്രമണ ദൂരപരിധി പകുതിയായി കുറയ്ക്കാനാണ് ഇറാൻ നോക്കുന്നത്. എന്നാൽ അമേരിക്ക ഈ വാർത്തയെല്ലാം തള്ളുകയാണ്. സൈനിക സൗകര്യങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നത്. എന്തായാലും സാറ്റലൈറ്റ് ചിത്രങ്ങൾ വന്നാലാണ് ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം കിട്ടുക. ഇനി കുവൈറ്റിന്റെ കാര്യമെടുത്താൽ, കുവൈറ്റിലാണ് ഇറാന്റെ ആക്രമണങ്ങൾ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര ഏജൻസികളും സ്ഥിരീകരിക്കുന്ന കാര്യം ഇതാണ്. നിരവധി കുവൈറ്റ് സൈനികർക്ക് പരിക്കേറ്റെന്ന് കുവൈറ്റ് സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തും കുവൈറ്റിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അമേരിക്കയുടെ വ്യോമ പ്രവർത്തനങ്ങളുടെ പ്രധാന ഹബ്ബായ അലി അൽ സലേം എയർബേസ് ഉൾപ്പെടെ ഒന്നിലധികം സൈനിക താവളങ്ങളെയും ക്യാമ്പുകളെയും ലക്ഷ്യമിട്ടാണ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. അൽ സലേം താവളത്തിൽ വിന്യസിച്ചിരുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളും MQ-9 റീപ്പർ ഡ്രോണുകളും റഡാർ സംവിധാനങ്ങളും തകർത്തുവെന്നാണ് ഇറാൻ വാർത്താ ഏജൻസികൾ പറയുന്നത്. കുവൈറ്റിലെ അൽ അഹമ്മദി തുറമുഖത്തുള്ള അമേരിക്കൻ നാവികസേനയുടെ ഇന്ധന വിതരണ ജെട്ടിയും ഇറാൻ ഏറ്റവും ഒടുവിൽ തകർത്തുവെന്ന് റിപ്പോർട്ടുണ്ട്. മാത്രമല്ല, അത്യാധുനിക സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കേന്ദ്രം പൂർണ്ണമായി നശിപ്പിച്ചുവെന്നും ഇറാൻ വിപ്ലവ സേന ഔദ്യോഗികമായി അവകാശപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റിലെ ഈ കമ്മ്യൂണിക്കേഷൻസ് കേന്ദ്രമാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഈ കേന്ദ്രം ലക്ഷ്യമിട്ട് പേർഷ്യൻ ഗൾഫിലുള്ള അമേരിക്കൻ നാവികസേനയുടെയും കമാൻഡ് സെന്ററുകളുടെയും തത്സമയ വിവര വിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്താനാണ് ഇറാൻ നോക്കുന്നത്. അതുമാത്രമല്ല, കുവൈറ്റിൽ ആക്രമണത്തിന്റെ ദിശ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുവൈറ്റിലെ സമുദ്രജല ശുദ്ധീകരണ പ്ലാന്റിനും വൈദ്യുത നിലയത്തിനും ഇറാൻ ആക്രമണത്തിൽ വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത് കുവൈറ്റ് സർക്കാർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. കുവൈറ്റിന് ആവശ്യമായ കുടിവെള്ളത്തിന്റെ 90% നൽകുന്നത് ഇത്തരം പ്ലാന്റുകളാണ്. അതായത് അമേരിക്ക ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കുന്നതിന് ബദലായി അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ കുവൈറ്റിൽ ഇറാൻ അതിന് ബദൽ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇത് മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പുമാണ്. ഇനി ഖത്തറിലെ സ്ഥിതിയിലേക്ക് പോയാൽ, ഖത്തറിലെ അമേരിക്കൻ താവളമായ അൽ ഉദൈദ് എയർബേസ് ആക്രമിച്ചതായും അവിടെ ഉണ്ടായിരുന്ന ദീർഘദൂര റഡാർ സംവിധാനവും ഒന്നിലധികം റിഫ്യൂവലിംഗ് വിമാനങ്ങളും തകർത്തുവെന്നും ഇറാൻ സേന അവകാശപ്പെടുന്നുണ്ട്. അവിടെ പാർക്ക് ചെയ്തിരുന്ന മറ്റ് നിരവധി യുദ്ധവിമാനങ്ങൾക്ക് കടുത്ത നാശം ഉണ്ടാക്കിയതായും ഇറാൻ അറിയിക്കുന്നു. എന്നാൽ വ്യോമാക്രമണങ്ങളെ സായുധ സേന പ്രതിരോധിച്ചുവെന്നാണ് ഖത്തർ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളമായ അൽ ഉദൈദിനെ ലക്ഷ്യമിട്ടതിലൂടെ അമേരിക്കയുടെ ദീർഘദൂര ആക്രമണങ്ങൾക്കുള്ള ഇന്ധന വിതരണ ശൃംഖലയെയും നിരീക്ഷണ സംവിധാനങ്ങളെയും തളർത്തുക എന്ന തന്ത്രപരമായ നീക്കമാണ് ഇറാൻ പയറ്റുന്നത്. ബഹ്റൈനെ തുടർച്ചയായി ലക്ഷ്യമിടുകയാണ് ഇറാൻ. അൽ സാക്കിർ എയർബേസിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അമേരിക്കൻ ഹെലികോപ്റ്ററുകൾക്കും P-8 നാവിക നിരീക്ഷണ വിമാനങ്ങൾക്കും ഇവിടെ വലിയ നാശനഷ്ടം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. തദ്ദേശീയർ പറയുന്നത് വലിയ രീതിയിലുള്ള സ്ഫോടനം സാക്കിർ ബേസിനുള്ളിൽ നിന്ന് കേട്ടു എന്നുമാണ്. ഏറ്റവും ഒടുവിൽ ബഹ്റൈനിലെ ബാറ്റൽകോ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിവര ശേഖരണ കേന്ദ്രവും ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു എന്നാണ് ഇർന ന്യൂസ് ഏജൻസി, ഇറാന്റെ വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ പ്രധാന പാലങ്ങളും ട്രാൻസ്പോർട്ട് ലിങ്കുകളും തകർക്കാൻ അമേരിക്കൻ സൈന്യം ലക്ഷ്യസ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്നത് ഈ ഡാറ്റാ സെന്റർ ആണ്. ഇത് പൂർണ്ണമായും തകർത്തതിലൂടെ അമേരിക്കയുടെ ആസൂത്രണ ശേഷിയെ തന്നെ തളർത്താൻ കഴിഞ്ഞു എന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. ബാറ്റൽകോ ഡാറ്റാ സെന്ററിന് നേരെ ഉള്ള ഒരു ആക്രമണത്തിലൂടെ ഇറാൻ അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും പുതിയൊരു ഭീഷണി സന്ദേശം കൂടിയാണ് നൽകുന്നത്. അമേരിക്കൻ ഓഹരി ഉടമകളുള്ള പ്രമുഖ വ്യാവസായിക ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേന്ദ്രങ്ങളെ വരും ദിവസങ്ങളിൽ കൂടുതൽ ലക്ഷ്യം വയ്ക്കും എന്നു തന്നെയാണ് ഇറാന്റെ ഈ മുന്നറിയിപ്പ്. അതേസമയം ഗൾഫ് മേഖലയ്ക്ക് പുറത്ത് സിറിയയിൽ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ശ്രദ്ധേയമായി. സിറിയയിലെ അൽ തൻഫ് മേഖലയിലുള്ള അമേരിക്കയുടെ പ്രത്യേക ഓപ്പറേഷൻസ് ആൻഡ് കമാൻഡ് സെന്ററിനെ ഇറാൻ വ്യോമസേനയാണ് ആക്രമിച്ചത്. ഇവിടെയുള്ള റഡാർ സംവിധാനവും നിരവധി സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഹെലികോപ്റ്ററുകളും തകർത്തുവെന്നാണ് ഇറാന്റെ ഫാഴ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാനും അമേരിക്കൻ സൈനികരെ ഇവിടെ നിന്ന് തടവുകാരായി പിടിച്ചെന്നും ഇറാൻ വിപ്ലവ സേന അവകാശപ്പെടുന്നുണ്ട്. ഈ വർഷം ആദ്യം തന്നെ ഇവിടെ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു കേന്ദ്രമാണ് ഈ സിറിയയിലെ അൽ തൻഫ്. എന്നാൽ അവിടെ ചില രഹസ്യമായ നീക്കങ്ങൾ
ഈ സൈന്യത്തെ പിൻവലിച്ചുവെങ്കിലും അവിടെ ചില രഹസ്യമായ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചനയെ തുടർന്നാണ് ഇറാൻ ഈ അൽ തൻഫിലേക്ക് വ്യോമാക്രമണം നടത്തിയതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതേസമയം തന്നെ അമേരിക്കയ്ക്ക് ഇറാൻ അകത്തു വെച്ച് തന്നെ കനത്ത തിരിച്ചടിയും ഇറാൻ നൽകിയിട്ടുണ്ട്. ഇറാന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഖുസസ്താനിലെ റാംഷീർ മേഖലയ്ക്ക് മുകളിലൂടെ നിരീക്ഷണം നടത്തുകയായിരുന്ന അമേരിക്കയുടെ അതിനൂതന RQ-11 റേവൻ എന്ന തന്ത്രപരമായ നിരീക്ഷണ ഡ്രോണാണ് ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടത്. ഈ ഡ്രോണുകൾ കനം കുറഞ്ഞതും രാത്രിയും പകലും തത്സമയ ദൃശ്യങ്ങൾ കമാൻഡ് സെന്ററുകളിലേക്ക് അയക്കാൻ ശേഷിയുള്ളതുമാണ്. ഇതിനു മുമ്പ് ഖുസസ്താന് മുകളിലൂടെ പറന്ന MQ-9 റീപ്പർ ഡ്രോണും ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. ഇറാന്റെ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളും വ്യവസായ നഗരങ്ങളും സ്ഥിതി ചെയ്യുന്ന അതിപ്രധാനമായ അതിർത്തി പ്രവിശ്യയാണ് ഈ ഖുസസ്താൻ. ഇവിടേക്ക് അമേരിക്ക നടത്തുന്ന ഡ്രോൺ നിരീക്ഷണങ്ങൾ തങ്ങളുടെ എണ്ണക്കടത്ത് കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള മുൻകൂട്ടിയുള്ള നീക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ഇറാൻ കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണം അവിടെ നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഇറാൻ തങ്ങളുടെ പുതിയ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ വിന്യസിച്ചുകൊണ്ട് അമേരിക്കൻ ഡ്രോണുകളെ കൂട്ടത്തോടെ വെടിവെച്ചിരുന്നത്. ഇനി ഹോർമൂസിന്റെ കാര്യത്തിലേക്ക് പോയാൽ ഇവിടെ കാര്യങ്ങൾ വലിയ രീതിയിൽ കടുപ്പിക്കുകയാണ് ഇറാൻ എന്ന് തന്നെ നമുക്ക് കാണാം. ഒരു കപ്പലിന് നേരെ ഇറാൻ വെടിവെച്ചു. ഒപ്പം മറ്റു 2 കപ്പലുകൾക്ക് ഇറാന്റെ മൈനിൽ തട്ടി തീപിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ്. തായ്ലാന്റ് പതാക ഘടിപ്പിച്ച മയൂരി നാരി എന്ന ബൾക്ക് കാരിയർ കപ്പലിന് നേരെയാണ് ഇറാൻ സേന വെടിവെച്ചത്. ഈ ആക്രമണത്തിൽ 3 തായ് നാവികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. തങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് അനധികൃത പാതയിലൂടെ, അതായത് ഒമാന്റെ അടുത്തുള്ള പാതയിലൂടെ കപ്പൽ പോയതുകൊണ്ടാണ് ആക്രമിച്ചത് എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ ഇറാന്റെ ഖിഷം ദ്വീപിന് സമീപത്ത് അടിഞ്ഞു കിടക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ വരികയാണ്. ഇതിനൊപ്പം ഒമാൻ തീരത്ത് ഇറാൻ വിതറിയിരിക്കുന്ന കടൽ മൈനുകളിൽ തട്ടി 2 വൻകിട എണ്ണക്കപ്പലുകൾ തകർന്നതായി ഇർന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം റഡാറുകളും നാവിഗേഷൻ സംവിധാനങ്ങളും ഓഫ് ചെയ്ത് യാത്ര ചെയ്യുകയായിരുന്ന കപ്പലുകളാണ് ഇതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്നാൽ മൈൻ തട്ടിയല്ല കപ്പലുകൾ തകർന്നതെന്നും ഇറാൻ മിസൈൽ അയച്ചതാണ് എന്നുമാണ് അമേരിക്കൻ സൈന്യം പറയുന്നത്. ഒമാൻ തീരത്ത് ഇറാൻ മൈനുകൾ വിതറിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് അമേരിക്കൻ സൈന്യം ഇതിലൂടെ നോക്കുന്നത്. പക്ഷേ ഇവിടെയും തങ്ങൾ മൈനുകൾ വിതറിയിട്ടുണ്ട് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതായത് ഹോർമൂസ് എല്ലാം കൊണ്ടും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് ഇറാൻ. ഇതാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപ്ലി ഇൻഡെപ്ത് വീഡിയോയുമായി, എല്ലാം വിശദീകരിക്കുന്ന വീഡിയോയുമായി, വാർത്തകളുടെ ഉള്ളറിയിക്കുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.